കോൺഫിഡൻസ് ആയിട്ടുള്ള ഇത്രയും സ്ട്രോങ് കണ്ടന്റ് ആയിട്ടാണ് മോനെ ഞാനാണ് ഈ സിനിമ ആദ്യം കണ്ടയാള്. ഞാൻ ഈ സിനിമ കണ്ട് അന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീല് തോന്നി. പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട കാര്യമാണ്. എൻ്റെ ലക്കി ചാം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ്. എൻ്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത്. അത് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞത്, അവൻ എന്നോട് പറഞ്ഞത് ഗംഭീര പപ്പ ഒന്ന് ഇരുത്തി വായിക്കാൻ പറഞ്ഞു. ഞാനൊരു ത്രൂ ഔട്ട് ഫ്ലൈറ്റിലിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു, എടാ നീ ഇത് 100% ഓണത്തിന് ഇറക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് നമ്മളിത് ഓണത്തിന് ഇറക്കിയത്. നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ്. പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ സിനിമയും 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ്. അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. എല്ലാ 2.5 മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എൻ്റെ ബാഹുബലി. ഈ സിനിമ വൻ വിജയത്തിലേക്ക് പോകും. സംവിധായകൻ എന്താണ് സിനിമയെ കുറിച്ച് പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ജോബിച്ചേട്ടൻ്റെ ഒരു ധൈര്യമാണ് ആക്ച്വലി സാർ. ജോബിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഇത് ഓണത്തിന് ഇറക്കില്ലായിരുന്നു. സോ ഓണത്തിന് ഇത്രയും വലിയ പടങ്ങളോട് കൂടെ ഇറക്കി നമ്മൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം. വേറെ ഒന്നും പറയാനില്ല, ഇനി ബാവുല പറയാം. അവനെ എന്നത് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഇതിനകത്ത് അപർണയായാലും കുട്ടി ആയാലും അവനായാലും നമ്മുടെ ആസിയായാലും ഇവരൊക്കെ പാവങ്ങളാണ്. ഇവരെല്ലാം നല്ല ആൾക്കാർ. ഇതിനകത്ത് ആകെ ഇച്ചിരി സൗണ്ടുള്ളതാണ് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദയവായി മനസ്സിലാക്കും. അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഇവിടെയുണ്ട്. അത് ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. മനസ്സിലാവും, ഒരു സ്നേഹം എല്ലാവർക്കുമുണ്ട്. ആ സ്നേഹം വർക്കൗട്ട് ആയതാണ് ഈ സിനിമയുടെ വിജയം. ബാക്കി പ്രേക്ഷകർ പറയട്ടെ. എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഇപ്പോൾ രാവിലെ ഇന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഈ നിമിഷം വരെ കിട്ടുന്ന റെസ്പോൺസ് അത്രയും സന്തോഷം തരുന്നതാണ്. ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇങ്ങനൊരു സിനിമ നമുക്ക് മലയാളം ഫിലിമിൻ്റെ പ്രത്യേകിച്ച് ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമകൾ വന്നൊരു വർഷമാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷം. ഇനിയും എല്ലാ പടങ്ങളും സക്സസ് ആവട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളുടെയൊക്കെ സഹകരണം എല്ലാം വേണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി അങ്ങോട്ടല്ല ആവട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.